അരിയാഹാരം അഥവാ ചോറ് കഴിക്കാത്ത ഒരു ദിവസം ചിന്തിക്കാൻ പോലും കഴിയാത്തവരാണ് ഭൂരിഭാഗം മലയാളികളും. എന്നാൽ ഇന്നത്തെ തിരക്കു പിടിച്ച ജീവിതത്തിൽ സമയം ലാഭിക്കാനായി പലപ്പോഴും ഒരു ദിവസത്തേക്കോ ഏതാനും ദിവസങ്ങളിലേക്കോ ആവശ്യമായ ചോറ് ഒരുമിച്ച് പാകം ചെയ്യുന്നത് ഇന്നൊരു പതിവാണ്. ആവശ്യാനുസരണം എടുത്ത് ചൂടാക്കി കഴിക്കാമല്ലോ എന്ന് കരുതി ഇങ്ങനെ സൂക്ഷിക്കുന്ന ചോറ് പക്ഷേ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ബാക്കി വരുന്ന ചോറ് നേരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശേഷം പിറ്റേ ദിവസം തിളപ്പിച്ച് കഴിക്കുന്ന ശീലം വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ചോറ് വീണ്ടും ചൂടാക്കി കഴിക്കുന്നതിലൂടെ ജീവൻ വരെ അപകടത്തിലാവാം. വേവിക്കാത്ത അരിയിൽ ഛർദി, വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ബാസിലസ് സെറിയസ് എന്ന ബാക്ടീരിയയുടെ ബീജങ്ങൾ ഉണ്ടാവാം. ചൂടിനെതിരെ പ്രതിരോധ ശേഷിയുള്ള അല്ലെങ്കിൽ ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്ന ഇവ അരി വേവിക്കുന്ന സമയത്ത് പൂർണ്ണമായും നശിച്ചു പോകണമെന്നില്ല. ചോറ് പുറത്തെടുത്ത് വെച്ച് 40 മുതൽ 140 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള താപനിലയിൽ എത്തുമ്പോൾ ഈ ബാക്ടീരിയകൾ പുനരുൽപാദനം തുടങ്ങും. ക്ലീവ്ലാൻഡ് ക്ലിനിക്കിന്റെ കണക്കനുസരിച്ച് US-ൽ ഓരോ വർഷവും 63,400 ഭക്ഷ്യവിഷബാധകൾ ബാസിലസ് സെറിയസിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ചോറ് അധിക നേരം പുറത്തു വെക്കുമ്പോഴാണ് ഇത്തരം ഭക്ഷ്യവിഷബാധയ്ക്ക് സാധ്യത കൂടുന്നത്. മണിക്കൂറുകളോളം പുറത്തുവെച്ച ചോറ് പിന്നീട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ദിവസങ്ങൾക്ക് ശേഷം ചൂടാക്കി കഴിച്ചാലും ഭക്ഷ്യവിഷബാധയുണ്ടാകും. എന്നാൽ ചോറ് ഉണ്ടാക്കിയതിനു ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ചൂടാക്കി കഴിച്ച ചോറ് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചോറിലൂടെ കിട്ടുന്ന ഇത്തരം പണികൾ ഒഴിവാക്കാനും സാധിക്കും. ചോറ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത ശേഷം മൈക്രോവേവിലോ ആവിയിലോ എണ്ണയിലോ ചൂടാക്കാം. മൈക്രോവേവ് ചെയ്യാൻ ഓരോ കപ്പ് ചോറിനും 1 മുതൽ 2 ടേബിൾ സ്പൂൺ എന്ന അനുപാതത്തിൽ വെള്ളം ചേർക്കുക. മൈക്രോവേവിൽ 165 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന താപനിലയിൽ 3-4 മിനിറ്റ് വെക്കുക എന്നിവ ചെയ്യുന്നത് ഇത്തരം അപകട സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും.